ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. നല്ലൊരു കിഡിലൻ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യാൻ വന്നേക്കാണ്. എന്താ പറയുക, നമ്മുടെ ലയണൽ മെസ്സിയുടെ KGF വേഷം 2.0 എന്ന് പറഞ്ഞ ഒരു വീഡിയോ. അതായത് നമ്മൾ ഇർഷാദ് ഇച്ചു റിലീസ് ചെയ്തിട്ടുണ്ട് ആളുടെ യൂട്യൂബ് ചാനലിൽ. വൺ ഓഫ് മൈ ഫേവറേറ്റ് വീഡിയോസ് എന്ന് പറയാം. ഞാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് ഞാൻ കാണുന്നത്. ആ വീഡിയോ ഇറങ്ങിയിട്ട് 5-8 ദിവസമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ബാക്ക് ടു ബാക്ക് കണ്ട ഒരു വീഡിയോ ആണ്. ഒരു രക്ഷയില്ലാത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു വീഡിയോ. ഞാൻ കൂടുതൽ പറഞ്ഞത് നിങ്ങളെ ബോറടിപ്പിക്കില്ല. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആ വീഡിയോ റിയാക്ടിലേക്ക് കിടക്കാം. ഒരു പ്രബുദ്ധ ജനാധിപത്യ രാജ്യത്ത് 70 കോടി ജനങ്ങളുടെ നടുവിൽ നമ്മുടെ ഈ വേൾഡ് കപ്പ് ബേസ് ചെയ്തിട്ട് വീഡിയോ ആണ്. ഇത്ര ശക്തമായൊരു വ്യവസ്ഥ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക, അവിടെ ആര് ജയിച്ചു എന്നുള്ള ഒരുപാട് തവണ കണ്ട ഒരു വീഡിയോ ആണ്. The story of KGF. The story of Rocky. അത് നേരാണോ കെട്ടുകറിയാണോ എനിക്കറിയില്ല. യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്കാണ്. വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാൻ. ബ്രസീലിന് കപ്പ് കിട്ടിയത്, ജർമ്മനിക്ക് കപ്പ്, എല്ലാം കാണിക്കുന്നത് നമ്മൾ ഒരുപാട് വിഷമിച്ചൊരു മൊമെന്റാണ് ഇപ്പൊ കാണിച്ചത്. ഇന്നത്തെ സിനിമ KGF മെസ്സി വെർഷൻ 2.0. ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വൻ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടു. ഈ ചുഴലിക്കാറ്റ് എങ്ങോട്ട് വീശുമെന്നോ എന്തൊക്കെ ഇല്ലാതാക്കുമെന്നോ ആർക്കും അറിയില്ല. ഒരു രാജകുമാരൻ ചെറുപ്പകാലം, മെസ്സിയുടെ ചെറുപ്പകാലം തന്റെ ലക്ഷ്യം തേടി പുറപ്പെട്ടു. അന്ന് ശക്തമായ കൊടുങ്കാറ്റ് വീശുമ്പോൾ കപ്പലിൽ ഒറ്റയ്ക്ക് ആരെയും ഭയക്കാതെ തിളങ്ങുന്ന സമുദ്രം അങ്ങനെ പോയി. അമ്മ, സമുദ്രം എന്താ അമ്മ അങ്ങനെ തിളങ്ങിയത്? കാരണം കടലിനടിയിൽ നിറയെ സ്വർണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ തിളങ്ങിയത്. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണ്ണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവരും. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ നീ ഉറങ്ങ്, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പോയി എടുക്കാം. പവർ ഉണ്ടെങ്കിലേ കാശുണ്ടാകൂ. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഉറച്ച ലക്ഷ്യങ്ങളുമായി അവൻ ബോംബെയുടെ മണ്ണിൽ കാലുകുത്തി. അവന്റെ പാദങ്ങളുടെ വലിപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലിപ്പം വളരെ വലുതായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ബോംബെയിൽ വന്നത്, തീക്കനലിൽ വീണതുപോലെ. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിക്കൊന്നല്ലേ അറിയൂ. ഒന്ന്, രണ്ടാമത്, 2, 3, 4, 5, 6, 7. ഞാനൊരു കാടിന്റെ കഥ പറയാം. അർജന്റീന കഥ പറയാം. വീരന്റെ കഥയോ? പടിഞ്ഞാറേ ദിക്കിൽ മലയുടെ അടിവാരത്ത് സുന്ദരമായൊരു കാടുണ്ടായിരുന്നു. തീമഴ പെയ്ത് കാടിന് തീ ജർമ്മനി ലാസ്റ്റ് മൊമെന്റിൽ ഗോൾ അടിക്കുന്നത്. ചുടുകാടായി മാറി. തല കുനിച്ച് തടിവിറച്ച് ഭിക്ഷയാചിക്കുന്ന മനുഷ്യക്കോലങ്ങൾ. സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. ഒരുപാട് തടയപ്പെട്ട നിമിഷങ്ങൾ. നിർഭാഗ്യവാന്മാർ വിധിയുടെ ചങ്ങല മുറിച്ച് പുഷ്പേല ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ച അഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം. പിന്നെ അവൻ എന്തു സംഭവിച്ചു? അർജന്റീന വേൾഡ് കപ്പിൽ ആദ്യ മത്സരം സൗദി അറേബ്യയോട് പരാജയപ്പെട്ടു. ഈ നരാജ്യാശിച്ച് ഇനി ആരും ഇവിടെ കാലുകുത്താൻ സാധ്യതയില്ല. ബോംബെ എന്താണ് പേര്? റോക്കി. അവനെയും അവർ തീർത്തളഞ്ഞല്ലേ? അത് മിസ്സായി പോയി മോനെ. മരണത്തെ തോൽപ്പിച്ച സുൽത്താനെ പോലെ വേട്ടക്കാരെ വേട്ടയാടുന്ന വേട്ടക്കാരനാണോ?
രാജ്യം അവൻ ഗരുഡയെ കൊല്ലണം, കൊന്നണം, കാവൽ കടക്കണം. ക്രൈസ്തനെ കൊന്നു. എല്ലാത്തിനും ഉപരി ജനങ്ങളെ അതിനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി വൈറ്റ് ലൈനും കടന്ന് ആദ്യം അവൻ പോയത് വിരാട്ടിനെ കൊല്ലാൻ. അവിടെ 3 തടവുകാരിൽ ഒരാളായി മാറി എല്ലാവർക്കും മുന്നിൽ വെച്ച് ഗരുഡയെ കൊന്നു. അവനിപ്പോ ഞങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അതിന് KGF-ൽ അധീര കാത്തിരിക്കുകയല്ലേ. വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് പകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്. റോക്കി ദുബൈക്ക് പോയതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയൊരു കാരണം ഏതാ? കലാഷ്നിക്കോവ്. നിങ്ങളുടെ എല്ലാ ഫാമിലികളിലും പോകടിച്ചിട്ടുള്ള മുതലാണ്. അവരോടെല്ലാം പറ ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ ഉടവാളും എന്റെ KGF-ഉം വീണ്ടെടുക്കാം. അധികം നേരം പിടിച്ചെന്നില്ല, എല്ലാം നിലം പതിച്ചു. പിന്നെയും തോൽവി. അവൻ ഇനി എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ടല്ലോ. പഴയ കളി അവസാനിച്ചു. വീണ്ടും കറുക്കൾ നിർത്തി പുതിയ കളി ആരംഭിച്ചു. അവൻ KGF-ൽ കടക്കില്ലെന്ന് കരുതി, അവന് ഗരുഡയെ കൊല്ലാൻ പറ്റില്ലെന്ന് കരുതി, KGF-ന്റെ കൺട്രോൾ അവൻ പിടിച്ചെടുക്കുമെന്ന് ആലോചിച്ചു കൂടിയില്ല. കിലാടിയാണവൻ. നിങ്ങൾ ഈ കൊച്ചിനെ ഇപ്പൊ തന്നെ സിറ്റി കൊണ്ടുപോയില്ലെങ്കിൽ അത് രക്ഷപ്പെടില്ല. മരണത്തെ ഭയമില്ലാത്തവൻ അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവനെന്ന് മരിച്ചാലും രോമാഞ്ചം വരുന്ന സംഭവം. നിറവേറ്റാനുള്ള യോഗ്യതവനല്ലെന്ന് കരുതി ഞാൻ മറന്നോളാം. അവൻ ജീവനോടെ ഇരിക്കുന്ന കാലം ഈ നികൃഷ്ട ലോകത്തിന്റെ ആശകൾ നിറവേറ്റുന്ന സുൽത്താനായി വാഴണം. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണ്ണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. I've listed all these crimes in the last 3 years. I'd advise you to look at it very carefully. I'm gonna return from national team. കിട്ടിയില്ല ടൈലൻഡ് കൂടെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. സോ നമുക്കെന്താ പറയുക, ഒന്നും പറയാനില്ല ഈ ഒരു വർക്കിനെ പറ്റി. അത്രയും കിട്ടിയില്ല എഡിറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടു. ഈ ഒരു വർക്ക് ഇത്രയും നല്ലൊരു വീഡിയോ ചെയ്തതിന് ദിച്ചുവിന് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. എന്താ പറയുക, ഈ ഒരു KGF സ്റ്റോറി ഈ ഒരു 9 മിനിറ്റ് വീഡിയോയിൽ നമ്മൾ ഫുള്ള് കണ്ടു. മെയിൻ ഇവൻറ്റ്സ് മൊത്തം, അതും കറക്റ്റ് മെസ്സിക്ക് എഴുതിയ പോലെ അത്രയും സിങ്കായിട്ട്
ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വീഡിയോ, എൻ്റെ ഫേവറേറ്റ് വീഡിയോസിൽ ഒന്നാണ് ഇപ്പോൾ. വൺ ഓഫ് മൈ ഫേവറേറ്റ് വീഡിയോ ആണ് ഇപ്പോൾ ഈ കണ്ടത്. ഞാൻ ഈ വീഡിയോ ഒരാഴ്ച മുമ്പ് മറ്റോ റിലീസ് ചെയ്തതാണ്. ഞാൻ കാണുന്നത് ഇന്നലെയാണ്. ഇന്നലെ കണ്ടിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് എത്ര തവണ കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും സൂപ്പർ വീഡിയോ, അത്രയും ഫീലുള്ളൊരു വീഡിയോ. എല്ലാ പ്ലെയേഴ്സിനും എല്ലാ ടീമിനും ഉൾക്കൊള്ളിച്ച് അവർക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തൊരു വീഡിയോ. ഇന്നലെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ. പിന്നെ ഞാൻ ഈ വീഡിയോ ഇത്രയും ദിവസമായ കാരണം റിയാക്ട് ചെയ്യണ്ട എന്ന് കരുതിയിരുന്ന വീഡിയോയാണ്. പക്ഷെ എനിക്ക് ഈ വർക്ക് കണ്ടിട്ട് ഈ വർക്കിനെ പറ്റി 2 വാക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഈ വീഡിയോ ഇത്രയും നല്ലൊരു വീഡിയോ മേക്ക് ചെയ്തതിന് ഇർഷാദിന് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. നമുക്കറിയാം ഇതിന് പിന്നുള്ള എഫർട്ടും ഇതിന് പിന്നുള്ള ടൈമും കാര്യങ്ങളൊക്കെ. അതിനുള്ള നല്ലൊരു 100% അതിനുള്ള റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവിടെ പോയി ലിങ്കിൽ പോയി കാണുക, എല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.